മാറിയ കാലത്ത് വായനയുടെ കാര്യം പല അർത്ഥത്തിലും പരിതാപകരമെന്ന് സാഹിത്യകാരൻ പ്രകാശൻ കരിവള്ളൂർ പറഞ്ഞു. പുതിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും വിവിധ ക്ലബ്ബുകളുടെ ഈ വർഷത്തെ പ്രവർത്തനോദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ദിനാചരണങ്ങൾ ആത്മാർത്ഥതമല്ല, പലപ്പോഴും ബോധ്യപ്പെടുത്തലും കാണിക്കലുമൊക്കെയായി മാറുകയാണെന്നും പ്രകാശൻ കരിവള്ളൂർ പറഞ്ഞു. കാര്യമൊന്നും ഒരു ആചരണമല്ലാതെ നമ്മുടെ സ്കൂൾ ജീവിതത്തിൽ സ്വാഭാവികമായി നടന്നിരുന്നു. വായനാ ദിനം വേണ്ടിയിരുന്നില്ല, കാരണം ആളുകൾ അത്യാവശ്യം വായിക്കാറുണ്ട്. സ്കൂളിലും നാട്ടിലും വീട്ടിലൊക്കെ അത്യാവശ്യം വായിക്കുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയത്. അപ്പോൾ അതിന് ദിനം വേണ്ടിയിരുന്നില്ല. അത്യാവശ്യം ചെടികളും മരങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലത്താണ് ഞങ്ങളൊക്കെ സ്കൂൾ പഠിച്ചുകൊണ്ട് ജൂൺ 5 ഒന്നും വലിയ ഒച്ചപ്പാടോടുകൂടി കേട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് കുറച്ചു കാലമായിട്ട് ഒരു 10-20 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ സ്കൂൾ തുറക്കുമ്പോഴുള്ള ജൂൺ 5 ഒച്ചപ്പാടും ഈ ജൂൺ 19 ബഹളവും വളരെ സജീവമായിട്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷേ ഇത് കേൾക്കുന്തോറും പരിസ്ഥിതിയും വായനയും അഭിവൃദ്ധിപ്പെടുന്നതിൻ്റെ യാതൊരു ലക്ഷണവും കാണാനും ഇല്ല. പരിസ്ഥിതി ഇങ്ങനെയൊക്കെ ആചരിച്ചിട്ട് പരിസ്ഥിതി രക്ഷപ്പെടുന്നതിന് പകരം പരിസ്ഥിതി അരക്ഷിതാവസ്ഥയിലാവുകയാണ്. വായന ഇങ്ങനെയൊക്കെ ആചരിച്ചിട്ട് ഓരോ ജൂൺ 19 വായന വാരവും ഒക്കെ ആചരിച്ചിട്ടും വായനയുടെ കാര്യം പരിതാപകരമാണ് പല അർത്ഥത്തിലും. കെ വി സുരേഷ് അധ്യക്ഷത വഹിച്ചു. കെ പി മനോജ്, പി വി ലത, ഇ വി മനോജ്, രമേശൻ മുണ്ടവളപ്പിൽ, രൂപ മണിയേരി, വി പി ഷീജ, ടി ബിന്ദു, ഒ പി ബാബു, ടി കെ നിഷ, ടി വി മനോജ്, സൂരജ് കക്കറയിൽ, ടി വി ശ്രീജ, സി പി വത്സരാജ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ അവധിക്കാലത്ത് 55 സാഹിത്യരചനകൾ വായിച്ച 9ാം തരത്തിലെ VDIക്ക് ചടങ്ങിൽ സമ്മാനം നൽകി. വിദ്യാരംഗം സാഹിത്യവേദി ഉൾപ്പെടെ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും പ്രകാശൻ കരിവള്ളൂർ നിർവഹിച്ചു. വിദ്യാർത്ഥികളായ കെ പി ധ്യാൻ, എം അനുഷ്ക എന്നിവർ PN പണിക്കർ അനുസ്മരണം നടത്തി. സ്കൂളിലെ മുൻ അധ്യാപിക കെ വനജ നൽകിയ ഇൻവേർട്ടർ സംവിധാനത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നടന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.